നീയൻ സ്വന്തം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. സീത കണ്ണന്റെ കൂടെ വരുമെന്ന് പറയാൻ വേണ്ടി അവളുടെ വീടിന് മുമ്പിൽ ഹരി ബൈക്ക് നിർത്തിയിറങ്ങിയ അതേ നിമിഷമാണ് ലല്ലുവിന്റെ കൈയും പിടിച്ചു പാറു ഇടവഴിയിൽ നിന്ന് റോഡിലേക്ക് കയറി വന്നതും. ലല്ലുവിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അവൾ നടന്നു വരുന്നത്. സെറ്റും മുണ്ടുമെടുത്ത് വിടർത്തിയിട്ട മുടിയിഴകളുമായി വല്ലാത്തൊരൈശ്വര്യത്തിൽ നിൽക്കുന്നവളെ ഹരി കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നുപോയി. ലല്ലുമോൾ ഹരിയെ കണ്ട നിമിഷം തന്നെ പാറുവിന്റെ കൈവിട്ടുകൊണ്ട് അവനരികിലേക്ക് ഓടിയെത്തി. അങ്കിൾ! അവന്റെ മുമ്പിൽ വന്ന് നിന്ന് ലല്ലു വിളിച്ചിട്ടും പാറുവിൽ ഉടക്കിപ്പോയ മിഴികളും മനസ്സുമായി ഹരി മറ്റേതോ ലോകത്തായിരുന്നു. അങ്കിൾ! ഈ പ്രാവശ്യം കയ്യെത്തുന്ന ഹരിയുടെ കാൽത്തുടയിൽ കുറുമ്പോടടിച്ചുകൊണ്ട് ലല്ലു വീണ്ടും വിളിക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. ആഹാ, ആറിത് അങ്കിളിന്റെ ചുന്ദരി പെണ്ണല്ലേ? ഹരി അവളെ പൊക്കിയെടുത്തുകൊണ്ട് ബൈക്കിന്റെ മുമ്പിലിരുത്തി. ഞാൻ വിളിച്ചിട്ട് മിണ്ടിയില്ലല്ലോ, പോ, ഞാനും മിണ്ടൂല. ലല്ലു അവനോട് പിണങ്ങിയ പോലെ മുഖം വീർപ്പിച്ച് പിടിച്ച്. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. എൻ്റെ പൊന്നുമോളെന്നോട് പിണങ്ങിയ എനിക്ക് സങ്കടം വരുവേ. ഹരി അവളുടെ കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ലല്ലുവിന് ചിരി വന്നിരുന്നു അവൻ്റെ ആ കൊഞ്ചൽ കേട്ടപ്പോൾ. ഹരിക്ക് പാറുവിനെ നോക്കാനൊരു ചമ്മല് തോന്നിയിരുന്നു. അവളുടെയും സ്ഥിതി അത് തന്നെ. സീത കണ്ണൻ്റെ കൂടെ ശ്രീനിലത്തിലേക്ക് പോയി, വൈകിട്ട് വരും. പാറുവിനെ നോക്കി ഹരി പറഞ്ഞു. നേരത്തെ ഒരു ചിരിയോടെ പാറു തലയാട്ടി. എവിടെ പോവാ അമ്മയും മോളും? ലല്ലുവിനെ ഇറുകെ പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. ചോദ്യം പാറുവിന് നേരെ നോക്കിക്കൊണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോവാങ്കിലേ? പിണക്കം മറന്നോട് ലല്ലുവാണ് ഉത്തരം പറഞ്ഞത്. ആഹാ, കൊള്ളാലോ, അങ്കിളിനെ കൂടി കൊണ്ടുപോവോ? പാറുവിനെ നോക്കിയൊരു കള്ളച്ചിരിയോടെയാണ് ഹരി ചോദിച്ചത്. കൊണ്ടുപോവാ അമ്മേ? ലല്ലു പെട്ടെന്ന് പാറുവിനോട് ചോദിച്ചു. അവൾ എന്തുത്തരം പറയുമെന്ന ആധിയോടെ ലല്ലുവിനെ നോക്കി കണ്ണുരുട്ടി. ഹരിക്ക് ചിരി വന്നു അവളുടെ ആ ഭാവങ്ങൾ കണ്ടപ്പോൾ. അങ്കില് പാവല്ലേ അമ്മേ, ഒറ്റയ്ക്ക് പോവാൻ പേടിയായിട്ടാ അല്ലേ അങ്കില്? പാറുവിനെ നോക്കി ദയനീയമായി ലല്ലു ചോദിക്കുന്നതിനിടെ ഹരിയെ തോണ്ടിക്കൊണ്ട് ലല്ലു കണ്ണടച്ച് കാണിച്ചു. അവളുടെ അതേ ഭാവത്തിൽ ഹരിയും പാറുവിനെ നോക്കി. അവളാകെ കെണിയിൽപ്പെട്ടതുപോലെ കുഴഞ്ഞു. പ്ലീസ് അമ്മ, അങ്കില് വന്നോട്ടെ അമ്മേ. ലല്ലു കൊഞ്ചുന്നത് നിർത്തുന്നില്ല. ഞാൻ ആക്കി തരട്ടെ പാറു അമ്പലത്തിലേക്ക്? ഹരി ചോദിച്ചു കേട്ടിട്ട് പാറു അവനെ നോക്കി. പ്ലീസ്, എൻ്റെ ഒരാഗ്രഹമാണ്. പക്ഷെ തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ നിർബന്ധിക്കില്ല. ആ ഒരു അവസരത്തിന് അങ്ങേയറ്റം കൊതിയുണ്ടായിട്ടും അതവളെ വേദനിപ്പിക്കുമോ എന്നൊരു ഭയത്തോടെ ഹരി പറഞ്ഞു. ഒരു നിമിഷം കൂടി അറച്ച് നിന്നിട്ട് പാറു വന്നവൻ്റെ പുറകിൽ കയറി. ഹരിക്ക് തൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. അവനൊരിക്കലും നടക്കില്ലെന്ന് കരുതിയൊരു സ്വപ്നം പൂവണിഞ്ഞ സന്തോഷം അതവനെ ശ്വാസം മുട്ടിച്ചു. ലല്ലു ആഹ്ലാദത്തോട് ഉറക്കെ കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. തന്നെ ആകെ പൊതിഞ്ഞൊരു കുളിരിൽ വിറച്ചുകൊണ്ടാണ് ഹരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും വളരെ പതിയെ അത് മുന്നോട്ടെടുത്തതും. എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും മിററിൽ കൂടി കള്ളനെ പോലെ ഹരിയുടെ കണ്ണുകൾ പാറുവിനെ തഴുകി തലോടി. ഓരോ നോട്ടത്തിലും പിടഞ്ഞുകൊണ്ട് പിന്നിലേക്ക് മായുന്ന പാറുവിൻ്റെ മുഖം അവനുള്ളിൽ ആഹ്ലാദമാണ് നൽകിയത്. ഒരിക്കലും തീരരുതെന്ന് അവൻ അത്രമാത്രം കൊതിച്ചു പോയൊരു യാത്ര. താൻ വിളിച്ചത് കൊണ്ടാണ് അവൾ കൂടെ വന്നതെന്ന ഓർമ്മ അവനെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. മറ്റാർക്കും പകരമാവാൻ കഴിയാത്ത എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ ഹരിക്ക് അവളിൽ. വാക്കുകളുടെ ഭംഗിയിൽ പറഞ്ഞാൽ അവൻ്റെ സന്തോഷത്തിൻ്റെ അവസാന വാക്ക് അതവളിലല്ലേ? എണ്ണമില്ലാത്തത്ര രാവുകളിൽ കണ്ടു കൊതിച്ച സ്വപ്നമല്ലേ? 1000 കഥകൾക്കുള്ളിൽ നിറച്ചാലും തീരാത്ത പ്രണയമില്ലേ അവനിൽ അവൾക്കായി? ഹരിയുടെ ഉള്ളം പ്രണയം കൊണ്ട് വീർപ്പുമുട്ടി. അവനിലേക്ക് നിഴൽ പോലും വീഴരുതെന്ന് വാശിയുള്ളതുപോലെ അകന്നു മാറിയിരിക്കുന്ന പാറുവിൻ്റെ മനസ്സിലും പഞ്ചാരി മേളമായിരുന്നു. ഹരിക്കും പാറുവിനുമുണ്ടായ മാറ്റങ്ങളൊന്നും അറിയാതെ മുന്നിലെ ഓരോ കാഴ്ചകളിലും മിഴികളുടക്കി ആർത്ത് ചിരിക്കുന്ന ലല്ലുമോൾ. അവളായിരുന്നു ആ യാത്ര ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണേ, എൻ്റെ കണ്ണൻ്റെ പെണ്ണായിട്ട് മുത്തശ്ശി കാത്തിരിക്കും. യാത്ര പറയാൻ ചെല്ലുമ്പോൾ മുത്തശ്ശി സീതയുടെ കൈ പിടിച്ച് അരികിരുത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പറഞ്ഞതൊന്നും മറക്കല്ലേ കേട്ടോ കണ്ണ. മുത്തശ്ശി കണ്ണനെ കൂടി ഓർമ്മപ്പെടുത്തി. ഏയ്, അത് ഞാനങ്ങനെ മറക്കുമോ മുത്തശ്ശി? സീതയെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു. എങ്കിൽ ഇനി പൊയ്ക്കോ മക്കളെ, ഇപ്പൊ തന്നെ നേരെ ഒത്തിരി വൈകി.
മുത്തശ്ശി പറഞ്ഞു കേട്ട് സീത കണ്ണനെ കൂർപ്പിച്ച് നോക്കി. ഉറങ്ങിപ്പോകുന്നൊക്കെ ഒരു തെറ്റാണോ? എന്തോ നെടി. അവനും പതിയെ മുത്തശ്ശി കേൾക്കാതെ അവൾ നോക്കി പറഞ്ഞു. ഈ ഒറ്റ ഉറക്കം കാരണം എനിക്ക് എന്തോരം കാര്യങ്ങളാ നഷ്ടമായതെന്ന് നിനക്ക് അറിയോടി സീതാലക്ഷ്മി. വീണ്ടും കണ്ണൻ പറയുന്ന കേൾക്കെ അവളുടെ മുഖം ചുവന്നു. എന്താ രണ്ടും കൂടി? നിങ്ങളുടെ തല്ലും പിടിയും തീർന്നില്ലേ ഇനി? അവരുടെ പിറുപിറുക്കൽ കേട്ടിട്ടാണ് മുത്തശ്ശി അത് ചോദിച്ചത്. ഈ സീതാലക്ഷ്മി ശരിയല്ല മുത്തശ്ശി, ഇവൾക്ക് തല്ലി പിടിച്ച് മതിയായില്ല എന്ന് കണ്ണൻ ഒരു കള്ളച്ചിരിയോടെ പറയുന്ന കേട്ടിട്ട് സീത അവനെ മിഴിച്ചു നോക്കി. ഓടാ അവിടുന്ന്, നിന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല. നീക്കറിയാത്ത ഒന്നല്ലല്ലോ നിന്റെ സീതാലക്ഷ്മിയെ. നിന്റെ സീതാലക്ഷ്മി. സീത ആ വാക്കുകളിൽ കുരുങ്ങിപ്പോയിരുന്നു. എന്ത് സുഖമാണ് കേൾക്കാൻ. അവളുടെ കണ്ണുകൾ കണ്ണിന് നേരെ നീണ്ടു. എന്നാ എന്റെ സീതാലക്ഷ്മി ഞാനും പോയി കേട്ടോ. അവളുടെ ഉള്ളറിഞ്ഞതുപോലെ കണ്ണനത് പറഞ്ഞിട്ട് അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങി കണ്ണനും സീതയും വരുന്നതും കാത്തെന്ന പോലെ ഉമ്മറത്ത് നിറഞ്ഞ ശ്രീനിലയത്തിലെ പ്രമാണിമാരെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ അവൻ മുന്നോട്ട് നടന്നു. ഹോസ്പിറ്റൽ മനസ്സ് മരവിച്ച് കിടക്കുന്ന ഒരുവളുടെ രൂപം അവരുടെ മുഖം കണ്ട മാത്രയിൽ വീണ്ടും വീണ്ടും അവൻ ഉള്ളിലേക്ക് വന്നിട്ട് നോവിച്ചു. കണ്ണന്റെ കൈകൾ സീതയുടെ കയ്യിൽ മുറുകി. ചെറിയൊരു ബാഗിൽ അവന്റെ കുറച്ച് ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ട്. റിമിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാനാവും വരെയും മിത്തുവിനൊപ്പം ഹോട്ടൽ റൂമിൽ തന്നെ കഴിയാനായിരുന്നു കണ്ണന്റെ തീരുമാനം. അവന്റെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ടാവാം മുത്തശ്ശിയും ആ തീരുമാനത്തിൽ എതിർപ്പൊന്നും പറഞ്ഞില്ല. മോനെ, അവന്റെ അവഗണനയിൽ ആദ്യം ശബ്ദമുയർത്തിയത് മൂത്ത കാരണവർ തന്നെയാണ്. ആ വിളി നൽകിയ അസഹിഷ്ണുതയിൽ കണ്ണന്റെ പല്ലുകൾ ഞെരിഞ്ഞു. കണ്ണുകൾ ഇറുകെ അടച്ചു നിൽക്കുന്നവനെ സീത വല്ലായ്മയോടെ നോക്കി. തിരിഞ്ഞു നോക്കിയ കണ്ണന്റെ നോട്ടത്തിൽ പ്രതാപവർമ്മയടക്കമുള്ളവരുടെ തലകുനിന്ന് സീതയൊരു നിർവൃതിയോടെ നോക്കി. അവർ തുപ്പിയ തീപ്പുക ശ്വസിച്ചു പിടഞ്ഞ ഓരോ ദിനങ്ങളും അവൾക്കുള്ളിൽ തികട്ടി വന്നു. കഴിഞ്ഞുപോയതെല്ലാം മോൻ ക്ഷമിക്കണം. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് രവിവർമ്മ അത് പറഞ്ഞത്. കഴിഞ്ഞുപോയതെല്ലാം പെട്ടെന്ന് മറന്നിട്ട് നിങ്ങളെപ്പോലെ ഇളിച്ചു കാണിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കാൻ ഞാൻ നിങ്ങളിൽപ്പെട്ടവനല്ല. ശ്രീനിലയത്തിലുള്ളവർ എൻ്റെ ആരുമല്ല. ഉറക്കെ പല്ല് കടിച്ചുകൊണ്ടാണ് കണ്ണൻ പറഞ്ഞത്. വികാരക്ഷോഭം കൊണ്ട് അവൻ്റെ മുഖം ചുവന്ന് വലിഞ്ഞു മുറുകി. പിന്നെ ആർക്കും ചോദ്യങ്ങളില്ല. വിളറി വെളുത്ത മുഖത്തോടെ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ കണ്ണനും സംതൃപ്തിയോടെയാണ് നോക്കിയത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? അത് പറ. ഇത്രയും സ്നേഹം ശ്രീനിലയത്തിലെ പ്രമാണിമാർക്ക് എന്നോട് തോന്നിയത് വെറുതെ ആവില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ, എനിക്ക് പോയിട്ട് ധൃതിയുള്ളതാ. ചുമലിൽ കിടന്ന ബാഗ് ഊരി കണ്ണൻ സീത ഏൽപ്പിച്ചിട്ട് അവർക്ക് മുമ്പിൽ പോയി കൈകെട്ടി നിന്നു. അവനോടത് പറയണോ വേണ്ടയോ എന്നുള്ള സന്ദേഹം അപ്പോഴും അവരുടെ മുഖങ്ങളിൽ കല്ലിച്ച് കിടന്നിരുന്നു. സുധീഷ് വർമ്മയും ഭാര്യയും അവർക്കിടയിൽ നിന്ന് മാറിയിരിക്കുന്ന കണ്ണൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. അവരുടെ മൗനം കണ്ടിട്ട് കയ്യിലെ വാച്ചിലേക്ക് നോക്കി കണ്ണൻ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിച്ചു. അല്ല, ജിതിനും മനോജും അവര്... ഉള്ളിലുള്ളത് കണ്ണന് മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്കൊരു ജാള്യതയുണ്ട്. അതവന് നന്നായി മനസ്സിലായതുമാണ്. എന്ത്? കണ്ണൻ അവർ പറയുന്നത് മനസ്സിലായില്ലെന്ന പോലെ വീണ്ടും ചോദിച്ചു. കാർത്തികിനൊപ്പം കൂടിയ ജിതുവും മനുവും അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള മനക്കട്ടിയൊന്നും... കണ്ണന്റെ രൂക്ഷമായ നോട്ടത്തിൽ സാവിത്രി പറയാമെന്ന് വിഴുങ്ങി. ഇത് നിങ്ങളുടെ മകളല്ലേ? സാവിത്രിയുടെ മറവിൽ നിൽക്കുന്ന അവരുടെ മകളെ കണ്ണൻ വലിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. അല്ലേ? അവരൊന്നും മിണ്ടാ നിൽക്കുന്ന കണ്ടിട്ടാണ് കണ്ണൻ കടുപ്പത്തിൽ വീണ്ടും ചോദിച്ച്. സാവിത്രി വല്ലായ്മയോടൊന്ന് മൂളി. അവന്റെ ചോദ്യത്തിന്റെ പൊരുൾ അവിടെ എല്ലാവർക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും മിണ്ടുന്നില്ല. ദാ, ഇതുപോലൊരു പെണ്ണാ ആ ഹോസ്പിറ്റലിൽ മരണം കാത്ത് കിടന്നിട്ടുള്ളത്. നിങ്ങളിപ്പോ പറഞ്ഞ നിങ്ങളുടെ മാന്യന്മാരായ മക്കള് കാരണം. അതറിയില്ലേ? അതോ മറന്നെന്ന് നടിക്കുന്നതോ? അവന്റെ മുഖത്തെ ദേഷ്യം സീതക്ക് പോലും ഭയം തോന്നി തുടങ്ങിയിരുന്നു. നിങ്ങളുടെ മക്കൾക്കൊപ്പം കൂടിയെന്നൊരൊറ്റ തെറ്റ് ചെയ്തുകൊണ്ട് അവൾക്ക് അവിടെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. അറിഞ്ഞില്ലേ ഇവിടെ ആരും? കണ്ടില്ലല്ലോ അങ്ങോട്ട്. അവന്റെ നോട്ടത്തിൽ പോലും തീ പാറി. ഒറ്റ ദിവസം കൊണ്ട് അവൻ അനുഭവിച്ച് തീർത്ത വേദനയെല്ലാം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത് നിറയെ. ആ കുറ്റം ദൈവത്തിന്റെ ഇടപെടൽ പോലെ ഇത്രയും പെട്ടെന്ന് സത്യം തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മാന്യന്മാരായ മക്കളും നിങ്ങളും ചേർന്ന് അതിന്റെ തലയിൽ കെട്ടിവെക്കില്ലായിരുന്നോ? കണ്ണന്റെ നോട്ടം ചുറ്റും പരതി. ആർക്കൊന്നും പറയാനില്ല, അവനോടൊന്നും ചോദിക്കാനുമില്ല. നാവിറങ്ങിപ്പോയ പോലെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ണൻ പുച്ഛത്തോടെ നോക്കി. മരണം വരെയും മറക്കില്ല ഞാനത്. അവരെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സഹായം ചോദിക്കാനായിരിക്കും
ഒത്തിരി തിരക്കുകൾക്കിടയിലും ശ്രീനിലയത്തിലെ മാന്യന്മാരെന്നെ കാത്തിരിക്കുന്നത് അല്ലേ? കണ്ണൻ പരിഹാസത്തോടെ ചോദിച്ചു. ആണെന്നോ അല്ലെന്നോ പറയാതെ അവർ അതേ നിൽപ്പ് തുടർന്നു. എങ്കിൽ കേട്ടോ, എന്റെ സഹായം ഉണ്ടാവും. അത് നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തി എടുക്കാനല്ല, ചെയ്തു പോയ തെറ്റിന് നിയമം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ. അവൻ ചൂണ്ടിയ വിരൽ തുമ്പിൽ പോലും ദേഷ്യമുണ്ടായിരുന്നു. വാ! അവിടെ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും തനിക്കുള്ളിൽ ദേഷ്യം തിളച്ചു മറിയുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് സീതയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി പിടിച്ച് അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് അവൻ ശ്രീനിലയത്തിന്റെ പടികളിറങ്ങി. ഇലച്ചീന്തിലെ ചന്ദനം എടുത്തുകൊണ്ട് പാറു ലല്ലുവിന്റെ നെറ്റിൽ കുറി വരച്ചു കൊടുത്തു. തൊട്ടടുത്ത നിമിഷം ലല്ലുവിനൊപ്പം കുസൃതിയോടെ കുനിഞ്ഞു നിൽക്കുന്ന ഹരി അവൾ പകച്ചു നോക്കി. പ്ലീസ്, പറയാതെ ഉള്ളിലൊതുക്കിയ അനേകം ആഗ്രഹങ്ങളിൽ ഒന്നാണ്, ആർദ്രമായി പറയുന്ന ഹരി. പാറു എന്ത് ചെയ്യണമെന്നറിയാതെ അല്പം കൂടി അതേ നിൽപ്പ് തുടർന്നു. അങ്കിൽ ഞാൻ പൊറ്റു തൊട്ടുകൊടുക്കാമേ. ലല്ലുമോൾ അവന് കട്ട സപ്പോർട്ടാണ്. പാറുവിന്റെ നിൽപ്പ് കണ്ടിട്ട് നിരാശയോടെങ്കിലും കണ്ണടച്ച് അവളെ നോക്കിയെന്ന് ചിരിച്ചിട്ട് ഹരി നിവർനിൽക്ക് മുന്നേ പാറു കൈകൾ നീട്ടി അവന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തി നൽകിയിരുന്നു. സന്തോഷം കൊണ്ട് ഹൃദയം ഇപ്പോൾ പൊട്ടി പുറത്ത് ചാടുമോ എന്ന് പോലും ഹരി പേടിച്ചിരുന്നു. നെറ്റിയിലെ ഇത്തിരി തണുപ്പങ്ങ് അലിഞ്ഞു ചെല്ലുന്നത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കാണെന്ന് അവന് തോന്നി. സായാഹ്നത്തിൻ്റെ മുഴുവൻ ഭംഗിയും ഇപ്പോൾ തൻ്റെ ഹൃദയത്തിലാണെന്ന് തോന്നും വിധം ഹരിയൊരു നിർവൃതിയെ പേറി. കൈവിരൽ തുമ്പിൽ തൂങ്ങി ലല്ലുമോളും തൊട്ട് പുറകിൽ അവൻ്റെ പെണ്ണും. സ്വപ്നം കാണുന്നത് പോലെ ഒരിക്കലും നടക്കില്ലെന്ന് അവൻ ഒരുപാട് പേടിച്ച സ്വപ്നം. തൻ്റെ ഓരോ നോട്ടത്തിലും പിടയുന്ന പെണ്ണിനെ കാണുമ്പോഴെല്ലാം അവനും പൂത്തുലഞ്ഞു. അവൾക്കായി മാത്രം അവനുള്ള ഒരു ഗസലിൻ്റെ നേർത്ത രാഗം പൊഴിച്ചു. ഒരു ജന്മം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്രയും സ്നേഹം അവൻ്റെ മനസ്സിൽ വിങ്ങി. ഹരിയുടെ ചുണ്ടിലെ നനുത്ത ചിരിയിലേക്ക് നോക്കുമ്പോഴൊക്കെയും അതുവരെയും അറിയാത്തൊരു പ്രണയത്തിൻ്റെ ഗന്ധം, ആർദ്രത, അതെല്ലാം പാറു അറിയുന്നുണ്ട്. ആ നിഴലിൽ, അവൻ്റെ സ്നേഹത്തിനാഴങ്ങളിൽ ഇടയ്ക്കെപ്പോഴോ അവളും സ്വയം മറന്നില്ലാതാവുന്നുണ്ട്. ഇതുപോലൊരു നോട്ടത്തിൽ അലിയാനും സ്പർശനത്തിൽ ഉണരാനും താനും കൊതിച്ചിരുന്നില്ലേ? ഗിരീഷിൻ്റെ കടുത്ത സമീപനം, തന്നിലുണർത്താത്ത അനുഭൂതി ഹരി ഒരു നോട്ടം കൊണ്ട് തൊട്ടുണർത്തുന്നു. പ്രണയത്തിൻ്റെ മായാജാലത്തിൽ അലിഞ്ഞ് സ്വയം മറന്ന് പാറു കോർത്തു പിടിച്ച തൻ്റെ വിരലിലേക്ക് ഹരി അത്ഭുതത്തോടെ നോക്കി. കണ്ണേട്ടാ? പാതി ദൂരം പിന്നിട്ടിട്ടും അവന് തെളിയാത്ത മുഖം കണ്ടിട്ടാണ് സീത കയ്യിൽ തൊട്ട് പതിയെ വിളിച്ചു നോക്കിയത്. തിരിഞ്ഞു പോലും നോക്കാതെ കനത്തിലൊരു മൂളലാണ് ഉത്തരം കിട്ടിയത്. അത് ഇനിയും വിട്ടില്ലേ? അവൾ വീണ്ടും ചോദിച്ചു. കണ്ണനൊരു നെടുവീർപ്പോടെ അവളെ നോക്കി. അതങ്ങനെ അങ്ങ് വിട്ടുകളയാനൊക്കെ വിളിച്ചു. അവൻ തിരിച്ചു ചോദിച്ചു. എനിക്ക് പറയാനും പ്രവർത്തിക്കാനും അറിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ളവരോട് എന്ത് പറഞ്ഞിട്ടെന്താ, ചെയ്തിട്ടെന്താ? ഉള്ളിലെ അടങ്ങാത്ത രോഷം അപ്പോഴും കണ്ണൻ സ്റ്റിയറിങ്ങിൽ കൈമുറുക്കി തീർത്തു. യാതൊരു ഉളുപ്പില്ലാതെ എനിക്ക് മുമ്പിൽ വന്ന് നിന്നതോർക്കുമ്പോ കണ്ണന്റെ പല്ലുകൾ ഞെരിഞ്ഞു. സീത അവന്റെ കയ്യിലുള്ള പിടിമുറുക്കി. അവരെല്ലാം ഒറ്റയടിക്ക് നന്നായി പോയെന്ന് തോന്നുന്നുണ്ടോ ലച്ചു നിനക്ക്? കണ്ണൻ സീതയെ നോക്കി. ഇല്ല. ഒരു നിമിഷം പോലും വൈകാതെ അവിടെ ഉത്തരമെത്തി. അതാണ്, അങ്ങനെയുള്ളവരോട് അവിടെ നിന്നിട്ട് ഞാൻ വെറുതെ വായിട്ടരച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കണ്ണൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. മുത്തശ്ശി പറഞ്ഞ നീയും കേട്ടില്ലേ? ആ ഭീഷണിയുടെ ഭയത്തിൽ ഒതുങ്ങി നിൽക്കുക. അതൊന്നും മറികടക്കുന്ന അടുത്ത നിമിഷം തന്നെ ശ്രീനിലയത്തിലെ പ്രമാണിമാർക്ക് പഴയ ചീഞ്ഞ സ്വഭാവം തന്നെയാവും. അതിലൊരു സംശയം വേണ്ട. വലിഞ്ഞു മുറിയ മുഖത്തോടെ കണ്ണൻ പറഞ്ഞു. അത് അവരുടെ കാര്യം. കണ്ണിയുടെ വെറുതെ അതോർത്ത് ടെൻഷനാവില്ലേ പ്ലീസ്? കുസൃതിയില്ലാത്ത അവൻ്റെ മുഖം അവളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ വാക്കുകൾ ഉതിർന്ന് വീണത്. കണ്ണൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞ് പിടിച്ചു. ഇല്ലടി, ഞാനതെല്ലാം വിട്ടു. നിന്റെ കൂടെയുള്ള കണ്ണേട്ടന് സങ്കടങ്ങളില്ല വെച്ചു. അല്ലെങ്കിൽ സങ്കടങ്ങളിൽ തളർന്നിരിക്കാൻ നീ അനുവാദം തരില്ലല്ലോ. നിന്റെ അരികിൽ ഞാൻ സ്വയം മറന്നിരിപ്പല്ലേ? വലിഞ്ഞു മുറുകി നിന്നിരുന്ന മുഖത്തേക്ക് ഞൊടിയിട കൊണ്ട് പ്രണയച്ചുവപ്പ് വലിഞ്ഞു കയറിയിരുന്നു അവനത് പറയുമ്പോൾ. സീതയുടെയും മനം നിറഞ്ഞു. ഈ പ്രണയത്തിൻ്റെ ചുഴിയിൽ നിന്നും എന്നെ വലിച്ചു കയറ്റാൻ ഇനി നിനക്ക് കഴിയില്ല. നിന്നെ വിട്ടുപോവാൻ എനിക്കും. സീതയുടെ നേരെ അവൻ്റെ പ്രണയമാളുന്ന നോട്ടം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീഞ്ഞ് പോലെയാണ്
എനിക്ക് നിന്നോടുള്ള പ്രണയം അതെന്നെ ഓരോ നിമിഷവും ഭ്രാന്ത് പിടിപ്പിക്കുന്നു ലച്ചു. അവൻ്റെ സ്വരത്തിന് പോലും പ്രണയത്തിൻ്റെ ഭാരം. സീതയ്ക്ക് എപ്പോഴത്തെയും പോലെ അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ ശ്വാസം മുട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.